വറക്കുന്ന സോഫ്റ്റ് ഇഡ്ഡലി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും രാവിലെ ഭയങ്കര തിരക്കിലേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാന്ന് വിചാരിച്ചു. ഒരു നാടൻ രീതിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കത് വീഡിയോയിലൂടെ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറന്നു പോകരുത്. നമുക്ക് നേരെ വീഡിയോ കണ്ടല്ലോ. ഇന്നലെ വരെ ഭയങ്കര മഴയായിരുന്നു. ഇന്ന് മഴയൊക്കെ പോയി നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് ഇതാ മാവ് നമ്മൾ തലേ ദിവസം തന്നെ അരച്ചു വെച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഒന്നും ചേർക്കാത്ത അരച്ചു വെച്ച മാവാണ്. രാവിലേക്ക് ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരിക്കും കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ഇതാ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തട്ട് വെച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. തട്ടിൽ എണ്ണ തൂവി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആവി കയറിയിട്ട് ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് ഒന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ഇഡ്ഡലി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. ഒരു 10-15 മിനിറ്റ് ആയിട്ട് നമ്മള് ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വെന്ത് നല്ല പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് തട്ടെടുത്തിട്ട് ഇതൊന്ന് മാറ്റാം. ഇഡ്ഡലി പെട്ടെന്ന് തട്ടുന്ന ഇങ്ങനെ വിട്ടിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേലെ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുക്കാം. ഇഡ്ഡലി ഇതാ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇത് പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളം തെളിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി തട്ടുന്ന ഇങ്ങനെ വിട്ടു കിട്ടുവേ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിയാണ്. മാവ് നന്നായിട്ട് പൊന്തിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആണ്. ഞാനൊന്നിങ്ങനെ ഇട്ട് കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ. ഇനിക്കുട്ടി ഇതവിടെ എണീച്ച് കിടക്കുകയാണ്. സുപ്രഭാതം. നല്ല ആവി വറക്കുന്ന സോഫ്റ്റ് ഇഡ്ഡലി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി മുഴുവൻ ഇഡ്ഡലി നമ്മള് ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചട്നി കൂടെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലിക്ക് നമ്മൾ കറിയായിട്ട് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് തേങ്ങ ഒന്ന് ചിരവി എടുക്കാം. തക്കാളി ചട്നി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 10 ചെറിയുള്ളിയോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി ഒന്ന് വാടി വരട്ടെ. ഉള്ളി നമ്മൾ മുറിച്ചൊന്നും ഇടണ്ട. ഉള്ളി അങ്ങനെ തന്നെ നമ്മൾ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് വാടി വരട്ടെ. ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞു വരട്ടെ. തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടിന്റെ പച്ചമണം ഒന്ന് മാറുന്നേരം ഒന്ന് വഴറ്റിയെടുക്കുക.
മുളക് പൊടിന്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഈ എണ്ണയിലും ഈ തക്കാളിയിലൊക്കെ കിടന്ന് ഒന്ന് വഴണ്ടി വരട്ടെ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണ്ട, ഒന്ന് വഴണ്ടി വന്നാൽ മതി. തേങ്ങ ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിന്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക, ചട്നി ഒന്ന് താളിച്ചെടുക്കാനായിട്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചട്നിയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് മറിയണ്ട, ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എപ്പോഴും ചട്നി തിളച്ച് മറിയാതെ നമ്മൾ ശ്രദ്ധിക്കണം. തിളച്ച് മറിഞ്ഞാല് പിരിഞ്ഞതുപോലെ ആയി കിട്ടും. ഒരു ചെറു തള വരുമ്പോ സ്റ്റവ് ഓഫ് ചെയ്യാ. ചട്നി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലിയും തക്കാളി ചട്നിയും കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇഡ്ഡലിക്ക് നല്ല ടേസ്റ്റ് ആണ്. തക്കാളി ചട്നി കൂട്ടിയിട്ട് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. സാധാ ചട്നിയും കാട്ടി കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആട്ടോ തക്കാളി ഇട്ട് ചട്നി ഉണ്ടാക്കിയാല്. തക്കാളി ഇട്ട് ചട്നി ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണം. കൂടെ നിങ്ങളുടെ വീട്ടിൽ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.